ചില വാർത്തകൾ അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കാണില്ല, നമ്മുടെ പത്രങ്ങൾ കാണില്ല. അതങ്ങനെയാണ്, കുറേ കാലമായി നമ്മൾ കണ്ടുവരുന്നതാണ്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഒരു സംഭവം നടന്നു. ഇടുക്കി ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. ഇടുക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വഴി പോകുമ്പോൾ നമുക്ക് കോളം ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടാകും. അതിൽ മിക്കവാറും ഈ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരുന്ന വിദേശികളെ പ്രധാനമായിട്ടും ഈ കടക്കാർ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ വിളിച്ച് ആകർഷിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ് കടയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് അവിടെയുള്ള ഈ കരകൗശല വസ്തുക്കളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അത് വളരെ മനോഹരമാണെന്നും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുമൊക്കെ പറയുകയും അതുണ്ടാക്കുന്ന കരകൗശലമായിട്ടുണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അതവരുടെ ഒരു കച്ചവട തന്ത്രവും കൂടിയാണ്. നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ പലതും കാശ്മീരികളാണ് കടകളിട്ടിരിക്കുന്നത്. എല്ലായിടത്തും നമ്മുടെ കോവളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കാശ്മീരികളാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇത് കടകളിട്ടിരിക്കുന്നത്. അങ്ങനെ ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞ ദിവസം. അവിടെ 2 ടൂറിസ്റ്റുകൾ കടന്നു പോയപ്പോൾ ഈ ഒരു കരകൗശല ഉൽപ്പന്നം നടത്തുന്ന കടകളിലെ ഒരാൾ അവരെ വിളിച്ച് സാർ കയറണം സാർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്ത് കയറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളെയൊക്കെ കാണിച്ചു, പരിചയപ്പെടുത്തി. അങ്ങനെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ കടക്കാരൻ ഈ ടൂറിസ്റ്റുകളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പിന്നെ പറഞ്ഞു, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇസ്രയേലിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്രയേൽ പൗരന്മാർ, ഇസ്രയേലിൽ നിന്ന് വരുന്നതാണ്, ഞങ്ങൾ ടൂറിസ്റ്റ് കാര്യമായിട്ട് കേരളം കാണാൻ ഇറങ്ങിയത്. ഉടൻ തന്നെ ഈ കടക്കാരൻ്റെ മുഖഭാവം മാറി. ഈ കടക്കാരൻ്റെ മുഖഭാവം മാറിയിട്ട് അയാൾ അപ്പം തന്നെ കടകളുടെ ലൈറ്റ് അണച്ചിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഈ ടൂറിസ്റ്റുകളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഈ ടൂറിസ്റ്റുകൾക്ക് വല്ലാതെ തോന്നി. എന്താ അങ്ങനെ? അല്ല, നിങ്ങൾക്കിവിടെ സാധനമില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് അവർ ഇറക്കി വിട്ടു. ഇത് വലിയൊരു വാർത്തയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോ നമ്മുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിൽ ഒരു പേജിൽ വളരെ താഴെയായിട്ട് ആ വാർത്ത ഞാൻ വായിച്ചു ഒന്ന് രാവിലെ. അതുകൊണ്ടാണ് ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഞാൻ ആകർഷിച്ച ഒരു പ്രത്യേകം എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വാർത്തയാണ്. അങ്ങനെയാണ് ഞാൻ മറ്റു മാധ്യമങ്ങളിൽ ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് തിരക്കുന്നതും. അതിലൊന്നും വന്നിട്ടില്ല എന്നാണ് കാണുന്നത്. ഇനി വന്നിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം. എന്തായാലും ഈ ഇസ്രയേലിൽ നിന്നുള്ള ഈ പൗരന്മാർ ആകെ ക്വസ്റ്റ്യൻ ചെയ്തു. അവർ എന്തായാലും ഞങ്ങളെ വിളിച്ചു കയറ്റിയതല്ലേ, ഞങ്ങളെ എന്തിനാണ് പുറത്തിറക്കുന്നത്, എന്തിനാണ് അടിച്ചിറക്കുന്നതൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും തൊട്ടപ്പുറത്തുള്ള കടക്കാരെല്ലാം ഇതറിയുകയും ശബ്ദം കേട്ട് പുറത്തു വരികയും അവർ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തപ്പോൾ അനീതിയാണെന്ന് ബോധ്യമാവുകയും തൊട്ടപ്പുറത്തുള്ള കച്ചവടക്കാരും നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് ഈ കടക്കാരനെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്താണോ കാണിച്ചത്? എന്ത് വൃത്തികേടാണ് കാണിച്ചത്? ഒരു കേരളത്തിൽ വന്ന ടൂറിസ്റ്റുകളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, മര്യാദയായിട്ട് പെരുമാറണ്ടേ? നിങ്ങൾ എന്തിനു വിളിച്ചു കയറ്റിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരെല്ലാം പുറത്തിറക്കി എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായി, ചർച്ചയായി. പിന്നെ വ്യാപാരി വ്യവസായ സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ടു. അവർ ഇസ്രയേൽ പൗരന്മാരോടൊപ്പം നിന്നു. അങ്ങനെ ഒപ്പം നിന്ന് ഈ കടക്കാരനെതിരായിട്ട് തന്നെ അവർ സംസാരിച്ചു. അവസാനം കടക്കാരന് കാര്യം ബോധ്യമായി. ഈ കടക്കാർ അവസാനം മാപ്പ് പറഞ്ഞു. ഈ ഇസ്രയേൽ പൗരന്മാരോട് മാപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങളത് പാടില്ലായിരുന്നു എന്ന് പറയും, മാപ്പ് പറയുകയും ചെയ്തു. ഈ വീഡിയോകൾ പിന്നീട് സോഷ്യൽ മീഡിയകളിലെല്ലാം വളരെ വൈറലാവുകയും ചെയ്തു. കാരണം സ്വാഭാവികമായിട്ട് അവിടെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ മൊബൈലിൽ ഇതെല്ലാം കവർ ചെയ്യുമല്ലോ. അങ്ങനെ പറയുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ പേരിൽ അവിടുത്തെ പോലീസ് ഇടുക്കിയിലെ പോലീസ് പറയുന്നത് ഇവരാരും പരാതി തന്നിട്ടില്ല. പരാതി തരാത്തതുകൊണ്ട് ഞങ്ങൾ കേസ് എടുത്തിട്ടില്ല. കാര്യമൊക്കെ ഞങ്ങളും കണ്ടു, ഈ വീഡിയോയും ഞങ്ങൾ കണ്ടു, കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു, പക്ഷേ ഞങ്ങൾ കേസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടത്, ഈ ഇടപെട്ട നാട്ടുകാരും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള കടക്കാരും അവരെ സമ്മതിക്കണം. കാരണം അവരിത് ഇറങ്ങിയത് കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് വലിയ നാണക്കേടായേനെ. നാണക്കേടെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ടൂറിസം അങ്ങ് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസ് മന്ത്രി, മരുകോൻ മന്ത്രി എന്തൊക്കെയോ വലിയ സീ പ്ലെയിൻ ഉൾപ്പെടെ കൊണ്ടുവരുന്ന ഒരു ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റുകൾക്ക് ഇതാണ് അനുഭവമെങ്കിൽ അവർ ചെന്ന് കേന്ദ്രത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അവിടെ നിന്ന് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ മേഖലയിൽ ഇത് വലിയൊരു ചർച്ചയായി കഴിഞ്ഞാൽ കേരളത്തിലെ ടൂറിസ്റ്റുകൾ വരാൻ മടിക്കും. അത് വലിയൊരു ദേശീയ വിഷയമായിട്ട് മാറും. കാരണം നിസ്സാരമല്ല. കടയിൽ കയറിയിട്ട് ഇസ്രയേൽ പൗരന്മാരെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കുന്തവും തരില്ല, ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞ് ലൈറ്റ് ഉണച്ച് അടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ ഈ പോലീസ് കേസ് എടുത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 3-4 മാസം മുമ്പ് കൊച്ചിയിൽ നടന്ന സംഭവം കൂടി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് ഞാനിത് നിങ്ങളോട് ഈ പറയുന്ന കാര്യം അവസാനിപ്പിക്കാം. അതായത് കൊച്ചിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിൽ സംഭവിച്ചത്, അവിടെ ഹമാസ് അനുകൂല പോസ്റ്ററുകൾ SIO എന്നൊരു സംഘടന, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SIO എന്നുള്ള സംഘടന, അവർ ഒരു പോസ്റ്റർ പതിപ്പിച്ചിരുന്നു ഹമാസ് വിഷയത്തിൽ, പാലസ്തീൻ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റർ. അവിടെ വന്ന 2 ടൂറിസ്റ്റുകൾ, വനിതകളായ 2 ടൂറിസ്റ്റുകൾ, അവർ ഇസ്രയേൽ പൗരന്മാരാണ്.
ഓസ്ട്രിയയിൽ നിന്ന് വന്ന ഇസ്രായേൽ പൗരന്മാരാണ്. അവർ ഓസ്ട്രിയക്കാരാണ്. അവരവിടെ വന്നപ്പോൾ ഈ പോസ്റ്റർ കണ്ടപ്പോൾ അവർക്ക് പിടിച്ചില്ല. അവർ പോസ്റ്റർ വലിച്ചു കയറിയപ്പോൾ അത് വലിയൊരു വിഷയമായി, വലിയ ചർച്ചയായി, വലിയ ബഹളമായി. പിന്നെ ഈ SIOയുടെ ആൾക്കാർ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്താനും വിരട്ടാനും തുടങ്ങി. അങ്ങനെ പോലീസ് എത്തി. ഇത് വലിയ ബഹളമൊക്കെ ആയപ്പോൾ പോലീസ് ഈ 2 ഇസ്രായേൽ പൗരന്മാരായ 2 വനിതകൾക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഇവരെ ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം ഈ SIOയുടെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി ശരിപ്പെടുത്തി കളയും, ഇന്ത്യയിൽ നിന്ന് കയറാൻ അനുവദിക്കില്ല, ഇപ്പോൾ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് വിരട്ടുകയും ചെയ്തു. അന്ന് പോലീസ് ഇത് വലിയ കാര്യമായിട്ട് എടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഓസ്ട്രേലിയക്കാരായ ടൂറിസ്റ്റുകളായ 2 വനിതകൾക്കെതിരെ കേസെടുത്ത് കേരളത്തിൽ ഇപ്പോൾ 153-ാം സെക്ഷൻ അനുസരിച്ച് കേസ് എടുത്തിരിക്കുകയാണ്. ഇതാണ് പറയുമ്പോൾ 2 വ്യത്യസ്തത. ഈ രണ്ട് ഇരട്ടത്താപ്പ് നയം നമ്മുടെ കേരളത്തിൻ്റെ പോലീസും നമ്മുടെ മാധ്യമങ്ങളും ഇരട്ടത്താപ്പ്. ഇടുക്കിയിൽ നടന്ന സംഭവത്തിനെ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നു. അതേസമയം കൊച്ചിയിൽ നടന്ന ഈ പോസ്റ്റർ വലിച്ചു കീറക്കൽ സംഭവത്തിന് കേസെടുക്കുകയും ചെയ്തു. പോസ്റ്റർ വലിച്ചു കീറിയത് ശരിയായ കാര്യമാണെന്ന് നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഒരിക്കലും അത് തെറ്റായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പോസ്റ്റർ വലിച്ചു കീറിയതും പോസ്റ്റർ ഒരു ടൂറിസ്റ്റുകളായിട്ട് വന്നവർക്ക് നമ്മുടെ രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാൻ വേണ്ടി ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവർ കെട്ടിയ പോസ്റ്റർ വലിച്ചു കീറാൻ ഇവർക്ക് അവകാശമില്ല. അവർ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. അവരെ ഇവിടെ വന്നിട്ട് നമ്മുടെ പോസ്റ്റർ വലിച്ചു കീറാൻ വന്നവരല്ല. അവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അവർക്കെതിരെ കേസെടുത്തതിലും തെറ്റില്ല. പക്ഷേ ഇന്ന് അവർക്കെതിരെ കേസെടുത്തപ്പോൾ എന്തുകൊണ്ട് ഇന്നലെ ഇടുക്കിയിൽ നടന്ന സംഭവത്തിൽ ഈ കടക്കാർക്കെതിരായിട്ട്, ഈ കാശ്മീരി കടക്കാർക്കെതിരായിട്ട് കേസ് എടുത്തിട്ടില്ല? കാരണം കാശ്മീരിക്കാർ ഇന്ത്യൻ പൗരന്മാരാണ്. ആ ഇന്ത്യൻ പൗരന്മാർ നമ്മുടെ രാജ്യത്ത് വന്ന, നമ്മുടെ കേരളത്തിൽ വന്ന ഈ വിദേശികളായ പൗരന്മാരെ അധിക്ഷേപിച്ചത് വലിയ കുറ്റമാണ്. അത് നിർത്തേണ്ടത് തന്നെയാണ്. അവിടെയാണ് ഇരട്ടത്താപ്പ് കേരളത്തിൽ കാണുന്നത്. അതിനെ മറച്ചു വയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരെയും അതിന് കേസെടുക്കാതെ മാറിയിരിക്കുന്ന സർക്കാരും, ഇതാണ് കേരളത്തിൽ കാണുന്ന ഒരു ഇരട്ടത്താപ്പ്. തീരുമാനിക്കുക പ്രേക്ഷകർ, നിങ്ങൾ തന്നെ, എവിടെയാണ് ഇതിനകത്ത് ഇരട്ടത്താപ്പ് ഇല്ലാത്തത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക.